ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. സോ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മളൊരു ട്യൂഷൻ ഡേ ഇൻ മൈ ലൈഫ് സെറ്റാക്കിയിരിക്കുകയാണ്. ഞാൻ പോളിട്ട സമയത്തും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പം ഞാനൊരു 6:30 ഒക്കെ ആയപ്പോഴായിരുന്നു എണീച്ചത്. അപ്പോൾ അതേ പുറത്ത് നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എണീച്ച പാടൊന്ന് ഫ്രഷൊക്കെ ആയി സെറ്റായിട്ടുണ്ട്. ലൈക്ക് ഫേസ് വാഷൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ചു. അപ്പോഴത്തേക്ക് ഒരു 6:40 ആയിട്ടുണ്ട്. നമുക്ക് ട്യൂഷൻ വരുന്നത് 8:30-8:30. അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിൽ പോയിട്ട് വെറുതെ തിരിഞ്ഞു ചായ ഉണ്ടാക്കാന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇറങ്ങി എണീച്ച പാട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:50 അപ്പോൾ ഞാൻ രാവിലെയാണ് എണീച്ചത്. ഇന്ന് നേരത്തെയാണ് എണീച്ചത്. ഓക്കെ, അതുകൊണ്ട് എല്ലാം മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ഇടുന്നത് നോർമൽ എല്ലാ വീഡിയോസിലും ഡേ മൈ ലൈഫ് ആയാലും മോർണിംഗ് റൊട്ടീൻസിലായാലും ഞാൻ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡേ മൈ ലൈഫിൽ കാണിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്യൂഷൻ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോലത്തെ സമയത്ത് മെജോറിറ്റി തന്നെയാണ് വന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇത് ചെയ്യാമോ. സോ ട്യൂഷൻ ഡേ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ട്യൂഷൻ ഡേ മൈ ലൈഫായിട്ടാണ് മറ്റേത് ചെയ്തത്, കഴിഞ്ഞ ഡേ മൈ ലൈഫ്. വേണമെന്നുണ്ടെങ്കിൽ നാളത്തെ ഡേ മൈ ലൈഫ് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഡേ മൈ ലൈഫൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രഷൊക്കെ വന്നു. അപ്പോൾ ഞാൻ പാർട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങി ശീലമാണ് വെള്ളം കുടിക്കാറുണ്ട്. രാവിലെ രാത്രിയും ഒരു ഉപ്പി വെള്ളം അങ്ങനെ കുടിക്കാറുണ്ട്. ഒരു ഉപ്പി മൊത്തമല്ല, എന്നാലും കുറച്ചിട്ട് കുടിക്കാറുണ്ട്. ഇതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് മുടി വാരണം. ഓക്കെ, അത്രയ്ക്കാണ് നമുക്ക് ഇപ്പോഴുള്ള പണി. പിന്നെ അതൊക്കെ പിടിച്ച പാട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മോർണിംഗ് റൊട്ടീനാണ്. അതായത് ഫസ്റ്റ് പോയിട്ട് ഫ്രഷ് ആവും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുകയും മുടി വാരലൊക്കെയാണ്. നമുക്ക് മുടി വാരാം. അപ്പോൾ അതേ ഞാൻ മുടിയൊക്കെ ചീകി ജസ്റ്റ് ചിക്കൊക്കെ പോക്കി സെറ്റാക്കി. ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കുമല്ലോ. പിന്നെ ഞാൻ വെള്ളം കുടിച്ചു. ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം നിറച്ചാൽ കുടിക്കാനൊരു മോട്ടിവേഷൻ ഉണ്ടാക്കും. ഈ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ സമയത്തൊക്കെ എനിക്ക് പുറത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നല്ല എന്താ പറയുക, അറിയത്തില്ല, വെയിലും ഉണ്ടാവില്ല, എന്നാൽ നല്ല മഴയും ഉണ്ടാവില്ല. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഇപ്പോൾ അധികവും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ലൈമറ്റ് ആയിരിക്കും. അതും എനിക്കിഷ്ടമാണ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വൈകുന്നേരം മഴ കഴിഞ്ഞുള്ള ക്ലൈമറ്റില്ലേ, മഴ കഴിഞ്ഞിട്ട് നിൽക്കുമ്പം പ്രത്യേക തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ് കേട്ടോ. അവിടെ മഞ്ഞാൻ തോന്നുന്നു, ഇങ്ങനെ മൂടി നിൽക്കുന്ന കാണാം. സോ ഇപ്പം തേങ്ങ വീണത്. അപ്പോൾ ഇപ്പം 7 മണിയായിട്ടുണ്ട് ടൈം. സോ നമുക്ക് പോയിട്ട് കുറച്ച് പഠിക്കാം. അപ്പം ഗൈസ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇത് പുതിയ ബുക്കാണ് കേട്ടോ. അപ്പം അത് ഞാൻ പൊതിയിടുകയാണ്. ലൈക്ക് ഇന്നലെയാണ് ഞാൻ വാങ്ങിയത് അത്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ പൊതിയിടുകയാണ്. നമുക്ക് പൊതിയിട്ടിട്ട് എന്താ പറയുക, പിന്നെ പൊതിയിടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊതിയിടാൻ കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ്. ലൈക്ക് മടങ്ങി നിൽക്കുകയല്ല അധികം. മറ്റേ ബ്രൗൺ പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കിയാൽ നല്ലോണം മടങ്ങി നിൽക്കുമല്ലോ. ഇത് നമ്മൾ പ്ലാസ്റ്റിക് പോലത്തെ ആയതുകൊണ്ട് തന്നെ ആക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായാലും ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്. വെള്ളമൊക്കെ ആയാലും നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് ആണല്ലോ. ഇതാണപ്പോൾ ഞാൻ എഴുതി പഠിക്കുന്ന ബുക്ക്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മാത്സൊക്കെയാണ് ഇപ്പോൾ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ സ്ക്വയേഴ്സ് നോക്കുകയാണ്. നമുക്ക് സ്ക്വയർ പഠിച്ച് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് 15 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 15 വരെയുള്ള സ്ക്വയർ നമ്മൾ പഠിക്കുകയാണ്. ലൈക്ക് അത് സിമ്പിളാണ് സംഭവം. എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എന്നാലും മറന്നു പോയിക്കോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പം നമ്മുടെ ചാനലൊരു മിനി വ്ളോഗും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുവെക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഫസ്റ്റ് മിനി വ്ളോഗ് ഇടുക. അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ്, അത് കഴിഞ്ഞിട്ട് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്ന വീഡിയോ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് ഫിസിക്സും മാത്സും ഇംഗ്ലീഷും ആണുള്ളത്. സോ ഇംഗ്ലീഷ് എത്തിയെന്ന് വെച്ചാൽ, അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ 2 ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പേജ് വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് പിന്നെ വേറൊരു സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് സാർ എടുത്തത് ഈ ഒരു പോയമാണ്. ലൈക്ക് ഈ ഒരു കഥ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തൊരു കഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പോയമാണ് എടുത്തത്. സോ നത്തിങ് ട്വൈസ് എന്നുള്ള കവിത പോയമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കവിതയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്നും ഇതിൻ്റെ ബാക്കിയാണ് എടുക്കുക. ലൈക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 7:20 ഒക്കെ ആയിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. സോ നൗ ഇറ്റ്സ് 7:40 AM. സോ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യണം. ഓക്കെ, ഞാനിപ്പം അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പത്തിരി. അപ്പം നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബൈ.
അപ്പോൾ ഗൈസ് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം, ലൈക്ക് റെഡി ആവാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. കുഞ്ഞ് ട്രാൻസിഷൻ എടുത്ത് നോക്കിയതാണ്, കൊള്ളായി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഫ്രോക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു കംഫർട്ടബിളാണ്, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് റെഡി ആവാം. ഈ ഒരു ഫ്രോക്ക് ഇട്ടാൽ ചൂടൊന്നും എടുക്കുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ചീകി കണ്ണെഴുതി പൊട്ടിട്ടു, ലിപ് ബാം ഇട്ടു, മാല ഇട്ടു, മുടി കെട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. വാച്ചും കേട്ടോ. റെഡി ആയി. ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് ഞാൻ എന്താ പറയുക റെഡി ആവല്. പിന്നെ ഇടയ്ക്ക് ഞാൻ ബ്ലഷ് ഇടാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് ഞാൻ പോവാണ്, റെഡി ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാക്കി വന്നിട്ട് വീഡിയോ എടുക്കാം. സോ ബൈ ബൈ. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗിലെ കാര്യങ്ങൾ, കുറച്ച് റഷ് ആയിരിക്കും. പക്ഷേ ഇത് നേരത്തെ അടിക്കുന്ന സമയത്ത് സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി ആവാനായിട്ടുണ്ടെങ്കിൽ ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ പുറക്കെത്തി ഗൈസ്. ഹായ് ഗൈസ്. സോ ഇപ്പോൾ ടൈം 2:45 ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു, ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോയി. അപ്പം ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നത് ഒരു 12:30-ക്കാണ്, ലൈക്ക് 12:30 അല്ലെങ്കിൽ 12:45 അങ്ങനെയാണ്. ഒരു 12:45 ഒക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണുണ്ട്, അങ്ങനെ സമയം പോയി. അത് കഴിഞ്ഞൊരു 1:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ വെറുതെ കുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഫോണാണ് തന്നെയാണ്. അപ്പോൾ നാളെ മറ്റന്നാളും ട്യൂഷൻ ഇല്ല, ലൈക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശനി ഞായർ ലൈക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് ഹോളിഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും നമുക്ക് ലീവാണ്. അപ്പോൾ ഞാൻ നാളെ ചിലപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുക എടുക്കാം, മേ ബി. ഓക്കെ, അങ്ങനെയൊക്കെയാണുള്ളത്. ഇപ്പോൾ 2:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ പോകും. ഞാൻ പറയാറില്ലേ 4 മണി തൊട്ട് 6 മണി വരെയൊക്കെ നമ്മൾ കളിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ചിലപ്പോൾ നേരത്തെ കളിക്കാൻ പോകുന്നുണ്ടാവും, കാരണം മഴയാണ് മൊത്തം. കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം തന്നെ ആയിക്കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും, അതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല, ലൈക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. എനിക്ക് ഇഷ്ടപ്പെട്ടു, വെയിലല്ല മഴയല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു മഴ വരാൻ സാധ്യതയുണ്ട്, കാരണം ഇന്നലെ ഏതാ മഴ, നല്ല മഴ, നല്ല ഇടി, നല്ല മിന്നൽ. നല്ല സുഖമായിരുന്നു. ബട്ട് ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടുവർക്ക് കുത്തിരിക്കട്ടെ, എന്നിട്ട് ബാക്കി കുറച്ച് എടുക്കാം. എൻ്റെ ഒരു ഡേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും. ഫോൺ നോക്കും, പഠിക്കും, ഫുഡ് കഴിക്കും, കളിക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ട്യൂഷൻ ഡേ ഇൻ മൈ ലൈഫ് വേണോ, സോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ചെയ്തിരിക്കുക. ഓക്കെ, ട്യൂഷനുള്ള ദിവസം പകുതി സമയം അങ്ങനെ അങ്ങ് പോകും. പിന്നെ ബാക്കി കിട്ടുന്നത് ഇതേപോലെ പ്ലേ ടൈമിനായിട്ടും ഫോണാണ് പഠിക്കുക, അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ബാക്കി പിന്നെ എടുക്കാം. ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അതാണ് എൻ്റെ മോന്തി ഇങ്ങനെ. ഗൈസ് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നമുക്കിനി ഇപ്പം എന്താ പറയുക ചായ കുടിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലോട്ടേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കണം. ഇനി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ 6:30 എണീച്ചുകൊണ്ട് എന്തോ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് ഉറങ്ങി തീർത്തൊരു സമാധാനമുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് എനിക്ക് കളിക്കാൻ പറ്റിയില്ല, ഇതുവരെ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പം നോക്കട്ടെ പോകാൻ പറ്റുമെന്ന്. മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട് പുറത്ത്, അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ. സോ ഇപ്പം ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു എന്താ പറയുക, ചൂടത്തും മഴയത്തായാലും നല്ല ഒരു കോട്ടനാണ് മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ടബിളാണ് ഇത് ഇടുമ്പം. അതുകൊണ്ട് ഞാൻ ഒരു വൈകുന്നേരമൊക്കെയാണ് മേലെടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, കാരണം ഇപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയോട്ട് കിടക്കാം. ഹായ്. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് വന്നാൽ അയ്യോ ഉറക്ക ക്ഷീണം അതൊക്കെ അങ്ങ് മാറിയല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എന്താ പറയുക മേലൊക്കെ കഴുകി വന്നു. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കേണ്ട സമയമാണിപ്പം. അപ്പോൾ നമുക്കിനി ചായ ഉണ്ടാക്കാം. അപ്പോൾ അതേ വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ചായപ്പൊടി, പഞ്ചാര, എല്ലാ സാധനങ്ങളും എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പാൽ ചായയാണ് കൂടുതൽ ഇഷ്ടം. ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ടേബിളിലേക്ക് വന്നു. ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ദെൻ ഇപ്പം ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 7 മണി ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യുമ്പോൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ട്യൂഷനത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ സ്റ്റഡി വ്ളോഗായിട്ട് എടുക്കുന്നില്ല. സ്റ്റഡി വ്ളോഗായിട്ട് ഞാൻ ഇതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് സ്റ്റഡി വ്ളോഗ്, നമ്മൾ സ്റ്റഡി ചലഞ്ചില്ലേ, വെക്കേഷൻ സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 5 പോലെ ഇത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ
അതാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ സ്റ്റഡി വ്ളോഗ് ഉടനെ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം തന്നെ ഞാൻ ഈ ഒരു സ്റ്റഡി വ്ളോഗും ഇടുന്നതായിരിക്കും. ചിലപ്പം അതിൻ്റെ മുന്നേ ആയിരിക്കും ചിലപ്പോൾ ഇടുക, മേ ബി അറിയത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞത് ട്യൂഷൻ സ്റ്റഡി വ്ളോഗ് ആയിരുന്നു ഫസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുക. ദെൻ അടുത്തത് നമ്മുടെ സ്റ്റഡി വ്ളോഗ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ നമുക്ക് പഠിക്കാം, അപ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ അവരേക്കും ദിസ് ഈസ് മൈ ട്രൈപോഡ്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ എന്താ പറയുക, ഇതൊരു സെൽഫി സ്റ്റിക്കാണ് ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനത്തെ സംഭവമൊക്കെ ധാരാളം, നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നമുക്ക് വേണേൽ വാങ്ങാം നല്ലൊരു ട്രൈപോഡ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി വ്ളോഗ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നിറച്ച് ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്ലിപ്പ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ ഒരു ഡേയിൽ ഉള്ളൂ. അടുത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയായിട്ടുണ്ട്. ഫേസ് വാഷ് ഇട്ടു, അതേപോലെ ബ്രഷ് ചെയ്തിട്ട് നമ്മുടെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുക. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ വൈക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.